The Inevitable Creators ന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞങ്ങൾ വീണ്ടും നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു കോംബോ ഫുഡാണ്. അതിന് മുമ്പ് ഇത് എവിടെയുള്ളതാണെന്ന് പറയാം. അതായത് ട്രിവാൻഡ്രം പട്ടത്തുള്ള പൊറോട്ട ഹട്ടിൽ നിന്നുള്ള ഒരു കോംബോ ഫുഡാണ്. പൊറോട്ട ഹട്ടിൽ നിന്ന് ഞങ്ങൾ മുന്നേ ഫുഡൊക്കെ വാങ്ങി പരിചയപ്പെടുത്തിയിട്ടുണ്ട്, കോംബോയും അല്ലാത്ത ഫുഡൊക്കെ. ഇതും അവിടെ നിന്നുള്ളത് തന്നെയാണ് ഒരു കോംബോ ഫുഡ്. ഇത് 4 പൊറോട്ടയും ഒരു പനീർ മഞ്ചൂരിയനുമാണ് കോംബോയിൽ വരുന്നത്. 149 റുപ്പീസാണ് നമ്മളിത് അവിടെ നിന്ന് വാങ്ങുമ്പോൾ ഉള്ള റേറ്റ്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ കാര്യങ്ങളും എപ്പോഴത്തെയും പോലെ ക്വാണ്ടിറ്റിയും പൊറോട്ടയുടെ സൈസും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് നോക്കേണ്ടത്. നമുക്ക് ഫുഡ് എടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ കോംബോ ഫുഡ്, 4 പൊറോട്ടയും പനീർ മഞ്ചൂരിയനും. അപ്പോൾ നമുക്കിനി ഇതൊന്ന് ഓപ്പൺ ചെയ്ത് പ്ലേറ്റിലേക്ക് ഇട്ട് നോക്കാം. നല്ല ചൂടുണ്ട്, കൊണ്ടുവന്നിട്ട് ഒരു ഹാഫ് ആൻ അവർ ആയി കാണും, പക്ഷേ ഇപ്പോഴും നല്ല ചൂടുണ്ട്. നമുക്ക് പ്ലേറ്റിലേക്ക് ഇടാം. അത്യാവശ്യം നല്ല വലിപ്പമുള്ള പൊറോട്ട തന്നെയാണ്, സോഫ്റ്റുമാണ്, കട്ടിയൊന്നുമില്ല, എല്ലാം നല്ല സോഫ്റ്റാണ്, നല്ല ചൂടുണ്ട്. 4 പൊറോട്ട കുഴപ്പമൊന്നുമില്ല, നല്ല പൊറോട്ടയാണ്. ഈ ടേസ്റ്റ് ഞാൻ കഴിച്ചു നോക്കിയില്ല, അല്ലാതെ കാഴ്ചയിൽ അത്യാവശ്യം നല്ല വലിപ്പമുള്ള പൊറോട്ടയാണ്. ഇനി നമുക്ക് കറി നോക്കാം. കറിയുടെ പാക്കറ്റ് കണ്ടിട്ട് നല്ല രീതിയിൽ കറി ഉണ്ടെന്നാണ് തോന്നുന്നത്. നമുക്കിനി ഓപ്പൺ ചെയ്തതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. 149 രൂപയ്ക്ക് എന്തായാലും ഈ 4 പൊറോട്ട കഴിക്കാനുള്ള കറി ഇഷ്ടം പോലെ എന്തായാലും ഉണ്ട്. കഴിച്ചാലും ബാക്കി വരുമെങ്കിലേ ഉള്ളൂ, അത്രയ്ക്ക് കറി കൂടുതലുണ്ട്. പക്ഷെ നമുക്ക് ടേസ്റ്റും കാര്യങ്ങളും കൂടെ നോക്കണമല്ലോ. നമുക്ക് കറി ഇതിലോട്ട് ഒഴിച്ച് നോക്കാം. ഞാൻ പനീർ മഞ്ചൂരിയൻ കഴിച്ചിട്ടില്ല, ഗോബി മഞ്ചൂരിയൻ കഴിച്ചിട്ടുണ്ട്. പനീർ മഞ്ചൂരിയൻ ഫസ്റ്റ് ടൈമാണ് കഴിക്കാൻ പോകുന്നത്. കറി നല്ല തിക്കാണ്, നല്ല തിക്ക് ഗ്രേവിയാണ്. നല്ല മണമുണ്ട്, നല്ല നിറച്ച് കറിയുണ്ട്. പനീർ ഒരു 1 2 3 4 5 6 പീസ് പനീറും നല്ല രീതിയിൽ ഗ്രേവിയും ഉണ്ട്. നഷ്ടമൊന്നും അല്ല എന്തായാലും. 149 രൂപയ്ക്ക് അവിടെ ഷോപ്പിൽ നിന്നുള്ള റേറ്റ് ആണ്. ഓൺലൈനിലൊക്കെ ആകുമ്പോഴത്തേക്ക് കുറെ കൂടെയൊക്കെ റേറ്റ് നല്ല വ്യത്യാസം വരും. നമുക്കിനി ഇത് കഴിച്ചു നോക്കണം. എങ്ങനെയായാലും 4 പൊറോട്ട കഴിച്ചാലും പിന്നെയും കറി ബാക്കി വരും എന്നാണ് എനിക്ക് തോന്നുന്ന കാര്യം. അത്രയ്ക്ക് ക്വാണ്ടിറ്റി ഉണ്ട് കറി. നമുക്കിനി ഇത് കഴിച്ചു നോക്കാം. നമുക്ക് ഈ പനീറും കൂടെ ഒന്ന് കഴിച്ചു നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട് കറി. ആവശ്യത്തിന് ഉപ്പും എരിവും എല്ലാം ഉണ്ട്. പക്ഷെ എനിക്ക് കുറച്ച് സോസിൻ്റെ ആണോന്ന് അറിയത്തില്ല, ഒരു ശകല പുളി ഫ്രണ്ടിൽ നിൽക്കുന്ന കണക്കൊരു തോന്നലുണ്ട്. ഇനി കറിക്ക് പനീർ മഞ്ചൂരിയൻ ഇങ്ങനെ ആണോന്നും എനിക്കറിയത്തില്ല. കുറച്ച് പുളി മുകളിൽ നിൽക്കുന്നതായിട്ട് തോന്നുന്നുണ്ട്. പക്ഷേ അതൊരു ഡ്രോബാക്ക് ആയിട്ട് പറയുന്നതല്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. ഒരു പൊടിക്ക് പുളി ഫ്രണ്ടിൽ നിൽക്കുന്ന കണക്ക് തോന്നുന്നുണ്ട്. പുളി മീൻസ് സോസിൻ്റെ, ടൊമാറ്റോ സോസിൻ്റെ എന്തോ ഒരു ടേസ്റ്റ് മുന്നേ നിൽക്കുന്ന പോലെ തോന്നുന്നുണ്ട്. അല്ലാത്ത രീതിയിൽ കറി നല്ല ടേസ്റ്റ് ഉണ്ട്. പനീർ 6 പീസസ്. പിന്നെ നമുക്ക് ഈ ഒരു എമൗണ്ടിൽ എന്തായാലും 6 പീസ് പനീറൊക്കെ കാണാനുള്ള സാധ്യത ഉള്ളൂ. പക്ഷെ ഈ ഒരു എമൗണ്ട് വെച്ച് നോക്കിയാൽ എനിക്ക് തോന്നുന്നു ഇത് ഓൺലൈനിൽ വാങ്ങിയ കുറെ കൂടെ ലാഭമാണെന്ന് തോന്നുന്നു. അവിടെ വെച്ച് വാങ്ങുന്നതിനേക്കാളും ഓൺലൈനിൽ വാങ്ങി കഴിച്ചാൽ കുറച്ചും കൂടെ ലാഭമായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. തിരുവനന്തപുരം പട്ടത്തുള്ള പൊറോട്ട ഹട്ടിലെ പൊറോട്ടയും പനീർ മഞ്ചൂരിയനും കോംബോ ഓഫർ. ഇതിന് ഞാനൊരു നമുക്കൊരു 4 സ്റ്റാർ കൊടുക്കാം. അതായത് പൊറോട്ടയ്ക്ക് നമുക്ക് സെപ്പറേറ്റ് സ്റ്റാർ ഇടാം. പൊറോട്ടയ്ക്ക് ഒരു 4 സ്റ്റാറും, കറിക്ക് ഞാൻ ഈ ഒരു പുളിയുടെ ഒരു ഇഷ്യൂ ഉണ്ട്. ഇഷ്യൂ എന്ന് വെച്ചാൽ എനിക്കത് കുറച്ച് മുന്നേ നിൽക്കുന്ന ഒരു ഇതുണ്ട്. അത് ഇന്നത്തെ കറിയുടെ മാത്രമാണോ ഇനി എല്ലാ കറിയും ഇങ്ങനെയാണോ എന്ന് എനിക്കറിയത്തില്ല. പനീർ മഞ്ചൂരിയൻ്റെ ടേസ്റ്റ് ഇങ്ങനെയാണോ എന്ന് എനിക്കറിയത്തില്ല. ഇതെനിക്ക് കുറച്ച് പുളി മുൻപിൽ നിൽക്കുന്നതായിട്ട് തോന്നുന്നുണ്ട്. നമുക്കിതിനൊരു 3.8 കൊടുക്കാം. വേറൊന്നും കൊണ്ടല്ല, എനിക്കൊരു ടേസ്റ്റ് ഉണ്ടെങ്കിലും ഈ ഒരു പുളിയുടെ ഒരു ചെറിയ
സോസിൻ്റെ ഒരു ചെറിയ പ്രശ്നം തോന്നുന്നുണ്ട്. പക്ഷെ നമുക്ക് എങ്ങനെയായാലും ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫുഡാണെന്നേ ഞാൻ പറയത്തുള്ളൂ. കാര്യം 149 ഞാൻ പറഞ്ഞല്ലോ, ഓൺലൈനിലാണെങ്കിൽ വീണ്ടും എമൗണ്ട് കുറയും. ഈ ഒരു എമൗണ്ടിന് 4 പൊറോട്ടയും ഇതും കഴിച്ചാൽ അടിപൊളിയായിട്ട് വയറ് നിറയും. കറി ബാക്കി വരുമെങ്കിലേ ഉള്ളൂ. പനീറൊക്കെ എന്തായാലും നമ്മൾ കഴിക്കും. 6 പീസ് പനീറേ ഉള്ളൂ, നമുക്ക് സുഖമായിട്ട് കഴിക്കാം. പനീറൊക്കെ നന്നായിട്ട് പനീർ ഓൾറെഡി സോഫ്റ്റ് ആണല്ലോ, അതിൽ നന്നായിട്ട് മസാലയും കാര്യങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. ക്യാപ്സിക്കവും കാര്യങ്ങളൊക്കെ അവർ ഇട്ടിട്ടുണ്ട്. പിന്നെ സവാള സ്ഥിരം നമ്മുടെ ഗോബി മഞ്ചൂരിയൻ്റെ സാധനങ്ങളൊക്കെ തന്നെയാണ് അതിൽ. കോളിഫ്ലവറിന് പകരം പനീർ ഇട്ടെന്നേ ഉള്ളൂ. ആ ഒരു രീതിയിലാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ അതിൻ്റെ ഒരു കമൻസും കൂടെ ഇടുക. നിങ്ങൾ ഫുഡ് ട്രൈ ചെയ്തിട്ട് ഞാൻ പറഞ്ഞ ടേസ്റ്റ് ആയിരുന്നോ, അല്ലെങ്കിൽ നല്ലതായിരുന്നോ മോശമായിരുന്നോ എന്നൊക്കെ ഉള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പോഴേ നമുക്ക് കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. തീർച്ചയായിട്ടും കമൻസ് ഇടുക. അതാണ് നമുക്ക് അത്യാവശ്യം. കാര്യം നമ്മൾ കാണിക്കുന്ന ഫുഡ് അതേ ടേസ്റ്റിലാണോ, അതേ ക്വാണ്ടിറ്റിയിലാണോ, ക്വാളിറ്റിയിലാണോ നിങ്ങൾക്കും കിട്ടുന്നതെന്ന് നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും കമൻസ് ഇടുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്കിനി വേറൊരു ഫുഡ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.